അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശഅബാൻ 15 രാവിലെ നമസ്കാരവും ശഅബാൻ 15 ദിനത്തിലെ നോമ്പിനെ കുറിച്ചും എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തു എന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്നാൽ ശഅബാൻ 15 രാവിലെ പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിചാരിച്ച് അതിൽ നമസ്കരിക്കുന്നതും പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്നതും അതിന്റെ പകലിൽ പ്രത്യേക നോമ്പ് സുന്നത്താണ് എന്ന് മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്നതും എന്താണ് ഇസ്ലാമിന്റെ വിധി എന്ന് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ശഅബാൻ 15 രാവിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അതിലെ നോമ്പും അതിലെ നമസ്കാരവും വിദഅത്താണെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ പ്രത്യേകമായി പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നോമ്പ് പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കാതെ എന്ന് വിശ്വസിക്കാതെ നോമ്പെടുക്കാത്തവരെ കുറിച്ചും നമസ്കരിക്കാത്തവരെ കുറിച്ചും മുബത്തദികൾ എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടുമില്ല. ഇനി എന്താണ് മഹാന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് ഫത്താവൽ കുബ്രയാണ്. ഇബ്നു ഹജറിൽ ഹൈത്തമിയുടെ 1-ാം വോള്യമാണ്. ഇതിന്റെ 263 പേജിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഇത് നമസ്കാരത്തെക്കുറിച്ചോ പ്രത്യേക നോമ്പിനെ കുറിച്ചോ അല്ല പറയുന്നത്, ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട വന്ന ഹദീസുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ പറയുന്നു വജമീഉ മാ റുവിയ മിനൽ അഹാദീസിൽ മുസ്തഹറത്തി ഫി ഫളായിലി ഹാദിഹി ലൈലത്തി വലൈലത്തി നിസ്ഫി ശഅബാൻ. റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാത്രിയുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും അതുപോലെ തന്നെ വലൈലത്തി നിസ്ഫി ശഅബാൻ 15 രാവുമായി ബന്ധപ്പെട്ട് വന്ന മുഴുവൻ വജമീഉ മാ റുവിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല ഹദീസുകളും ബാത്തിലുൻ കദിബുൻ ലാ അസ്ല ലഹു, ബാത്തിലാണ്, കളവാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ല. വഇൻ വഖഅ ഫീ ബഅദി കുതുബിൽ അകാബിരി, ധാരാളം മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് വന്നിട്ടുണ്ടെങ്കിലും കൽ ഇഹ്യാഇ ലിൽ ഗസാലി, ഇമാം ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലുള്ള മഹാന്മാരുടെ പല ഗ്രന്ഥങ്ങളിലും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനമില്ലാത്തതും കളവും ബാത്തിലുമാണ്. വഗൈരിഹി, ഇമാം ഗസാലിയെ പോലുള്ള മറ്റു പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കളവും ബാത്തിലുമാണെന്നാണ് ഇബ്നു ഹജറിൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്ര 1-ാം വോള്യത്തിൽ പറയുന്നത്. ഇത് ഫത്താവൽ കുബ്ര 2-ാം വോള്യമാണ്. പേജ് 38 പറയുന്നത് നമുക്ക് നോക്കാം. ശഅബാൻ മാസത്തിന്റെ 15 രാവിലെ നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് വസലാത്തുൽ ലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ മിഅത റകഅ ബിദ്അത്താനി ഖബീഹത്താനി മദ്മൂമത്താനി. ശഅബാൻ 15 രാവിലെ 100 റക്അത്ത് നമസ്കാരം എന്നത് അത് റജബും ശഅബാനും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ബിദ്അത്താനി, അതായത് റജബ് മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെയും ശഅബാനിലെ 15 രാവിലെയും 100 റക്അത്ത് നമസ്കാരം ബിദ്അത്താനി, രണ്ടും ബിദ്അത്താണ്. കബീഹത്താനി, ഏറ്റവും മോശപ്പെട്ട ബിദ്അത്താണ്. മദ്മൂമത്താനി, വിമർശിക്കപ്പെടേണ്ട കുറ്റപ്പെടുത്തേണ്ട ബിദ്അത്താണ്. എന്നിട്ട് അതിനുശേഷം പറയുന്നു വ അമ്മ സൗമു യൗമിഹ, ശഅബാൻ മാസത്തിന്റെ 15 അന്നത്തെ പകലിലെ നോമ്പ് എന്ന് പറയുന്നത് ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനിഹി മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദ് ലാ മിൻ ഹൈസു ഖുസൂസിഹി. ശഅബാൻ 15 അന്ന് എന്നുള്ള പ്രത്യേകതയിലല്ല, അയ്യാമുൽ ബീദ് എല്ലാ മാസവും 3 നോമ്പെടുക്കൽ സുന്നത്താണല്ലോ, ആ അടിസ്ഥാനത്തിൽ ഒരാൾ നോമ്പ് നോറ്റാൽ ആ നോമ്പ് സുന്നത്താണ് എന്നാണ് മഹാൻ അവറുകൾ അദ്ദേഹത്തിന്റെ 2-ാം വോള്യത്തിൽ പറയുന്നത്. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി ലത്തായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു നമസ്കാരവും നോമ്പും 15 രാവിലെ നമസ്കാരവും 15 അന്ന് പകലിലെ നോമ്പിനെ കുറിച്ചാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ 15 രാവിലെ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ശ്രേഷ്ഠത കണ്ട് ചില ഇബാദത്തുകൾ ചില മഹാന്മാർ എടുത്തിരുന്നു. അതുപോലും ഇസ്രായേലത്തിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്, ജൂത കഥകളിൽ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്നാണ് ഇമാം ഇബ്നു റജബ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിന്റെ 198 പേജിലാണ് ഇബ്നു റജബ് പറയുന്നത്
وليلة النصف من شعبان كان التابعون من أهل الشام كخالد بن معدان ومكهول ولقمان بن عامر وغيرهم يعلمونها ويجتهدون فيها في العبادة. ഖാലിദ് ബിൻ മഅദാൻ, മക്ഹൂൽ, ലുക്മാൻ പോലുള്ള ആളുകൾ ഷഅബാൻ 15 രാവിൽ അവരെ ഷാമിൽപ്പെട്ട താബികളിൽപ്പെട്ട ആളായിരുന്നു. അവരതിൽ ശ്രേഷ്ഠത കണ്ടിരുന്നു, ഇബാദത്തുകളൊക്കെ നിർവഹിച്ചിരുന്നു. എന്നിട്ട് അതിന് ശേഷം പറയുന്നു വഅൻഹും അഹദന്നാസു ഫളിലഹ വതഅലീമഹ, അവരിൽ നിന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ അതിന്റെ ശ്രേഷ്ഠതയും ആദരവൊക്കെ മനസ്സിലാക്കിയത്. വഖദ് ഖീല, പറയപ്പെടുന്നു, അന്നഹു ബലഗഹും ഫീ ദാലിക ആസാറുൻ ഇസ്രാഈലിയ, ഇസ്രായേലി കഥകളിൽ നിന്നാണ് അവർക്ക് ഈ ശ്രേഷ്ഠത, ഇതിന്റെ ശ്രേഷ്ഠതയൊക്കെ ഈ മഹാന്മാർക്ക് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു എന്നാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി പറയുന്നത്. ഇമാം ഷാഫിയും അതിന്റെ ശ്രേഷ്ഠത കണ്ടതായി ഈ കിതാബിൽ തന്നെ പറയുന്നുണ്ട്. ഇനി മറ്റ് ഗ്രന്ഥങ്ങൾ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ പരമ്പരയെക്കുറിച്ച് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള, അഹ്മദ് ബിൻ ഹംബൽ ഉൾപ്പെടെയുള്ള ആളുകൾ നോമ്പിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതേപോലെ ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ഷാമ, അതുപോലെ ഇമാം തെർത്തൂഷി പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്ന് അടുത്ത ക്ലിപ്പിൽ നമുക്ക് പരിശോധിക്കാൻ. ശുക്രൻ ജസീലൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ.